ഇലക്ട്രിക് വാഹന രംഗത്ത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ടെസ്ല. ടെസ്ലയെ കഴിഞ്ഞ വർഷം വാഹന വിൽപ്പനയുടെ കാര്യത്തിൽ പിന്തള്ളിയ ഒരു ബ്രാൻഡാണ് BYD. BYDയുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് BYD Seal. വെൽക്കം ടു ടർബോ ഡ്രൈവ്. BYDയുടെ ഫുൾ ഫോം എന്നാൽ ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ്. ടെസ്ല പോലുള്ള വലിയ ഇലക്ട്രിക് വാഹന കമ്പനികൾക്ക് പോലും ബാറ്ററികൾ സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് BYD. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമല്ല, മൊബൈൽ കമ്പനികൾക്കും കമ്പ്യൂട്ടർ കമ്പനികൾക്കും ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. BYDയുടെ ബാറ്ററികളുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ആദ്യമായിട്ട് ബ്ലേഡ് ടെക്നോളജി ബാറ്ററി രംഗത്തേക്ക് അവതരിപ്പിച്ചത്. ബ്ലേഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററിയിൽ 10 സെല്ലുണ്ടെങ്കിൽ അതിൽ ഒരു സെല്ല് മാത്രം ഡാമേജ് ആയി കഴിഞ്ഞാൽ ആ സെല്ല് റീപ്ലേസ് ചെയ്ത് അടുത്ത ഒരു സെല്ല് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലേഡ് ബാറ്ററികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള റിലയബിലിറ്റി ഉള്ള ബാറ്ററികൾ സപ്ലൈ ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് BYD. അവർക്ക് ഏറ്റവും റിലയബിലിറ്റി ഉള്ള കുറച്ച് ഇലക്ട്രിക് വാഹന ലൈനപ്പുകളുണ്ട്. അതിലൊരു വാഹനം കൂടിയാണ് സീൽ എന്ന് പറയുന്നത്. ഓരോ മാനുഫാക്ചേഴ്സും ഓരോ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു തീമിൻ്റെ ബേസിലായിരിക്കും. BYD സീൽ ഓഷ്യൻ എന്ന തീമിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. ഓഷ്യൻ്റേതായിട്ടുള്ള എല്ലാ എലമെൻസും ഡിസൈനിൽ കൊണ്ടുവരാനായിട്ട് BYD ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രോപ്പർ സെഡാനും അത്രയധികം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറുന്നത്. മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ U ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കാണാൻ കഴിയുന്നത്. അതിൽ ഒരു ഇൻഡിക്കേറ്റർ വിത്ത് DRL പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും ഒരു ക്രോം എലമെൻറ്റിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറും ആ ഒരു ഓഷ്യൻ ബേസ്ഡ് തീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കളർ കൂടിയാണ്. മുൻപിൽ പാർക്കിംഗ് സെൻസേഴ്സും 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബമ്പർ ട്രീറ്റ്മെൻറ്റ് അതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും ആ ഒരു ബ്ലാക്ക് കളറും മുൻഭാഗത്ത് കുറച്ചധികം ഭംഗി ആകർഷിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എല്ലാം ഉള്ള ഒരു സ്വഭാവമാണ് എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് മുൻഭാഗത്ത് ഒരു സ്പേസ് കൊടുക്കുന്നത്. അത് BYD സീലിലും നമുക്ക് കാണാൻ കഴിയും. മുമ്പിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴും മുൻപ് സൂചിപ്പിച്ച ഓഷ്യൻ ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഡിസൈൻ എലമെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഈ ഒരു ബാക്ക് ഭാഗമൊക്കെ ആണെങ്കിലും ആ ഒരു ഓഷ്യൻ്റെ ആ ഒരു വേവ്സിന് സമാനമായിട്ടുള്ള ഡിസൈൻ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പോപ്പപ്പ് ആയി ഓപ്പൺ ചെയ്യുന്ന ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എലമെൻസ് ഒക്കെയും ആ ഒരു ഓഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ എലമെൻസ് ആണ്. 19 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽ ഡിസൈനും ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയും. കൂടാതെ ഈ ഒരു സൈഡ് സ്കേർട്ടിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻസും ആ ഒരു ഓഷ്യൻ വേവിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള ഡിസൈൻ തീം തന്നെയാണ്. ഇവിടെയാണ് ഈ വാഹനത്തിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ് ഈ ഒരു വാഹനത്തിന്. 145 mm ഹൈറ്റേ ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൊണ്ട് തന്നെ വലിയ ഹമ്പൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കേണ്ടി വരും. വളരെ നീളമുള്ള ഒരു വാഹനമാണ് BYDയുടെ സീൽ എന്ന് പറയുന്നത്. 50-50 സ്പ്ലിറ്റ് റേഷ്യോയിലാണ് ഇതിൻ്റെ സീറ്റ് കോൺഫിഗറേഷൻ പോലും വരുന്നത്. നല്ല ലെഗ് റൂമും ഉള്ളിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു വാഹനമാണ്. ഒരു സ്പോർട്സ് സെഡാൻ്റെ എല്ലാവിധ ഡിസൈൻ എലമെൻസും കൊടുക്കാൻ മറന്നിട്ടില്ല സീലിൽ BYD. അതുകൊണ്ട് തന്നെ BYD സീൽ നല്ലൊരു ഡീലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ വലിപ്പമേറിയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് സെക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്നും തുടങ്ങി ബൂട്ട് ഡോർ മുതൽ രണ്ട് വശങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ്, കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ക്രോം എലമെൻറ്റ് ഈ ഒരു ലൈറ്റിനുള്ളിൽ കൂടി രണ്ട് സൈഡും കവർ ചെയ്യുന്നുണ്ട്. BYDയുടെ ലോഗോ കാണാം. BYD സീലിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിഫ്യൂസറിനാണെങ്കിലും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് വളരെയധികം മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ഡിഫ്യൂസറിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻസും ഓഷ്യൻ ഇൻസ്പയർ ആയിട്ടുള്ള തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. പാർക്കിംഗ് സെൻസേഴ്സും കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. 400 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയും. പങ്ക്ചർ കിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സ്പെയർ വീല് കൊടുത്തിട്ടില്ല. കൂടാതെ ഇവിടെ നമുക്ക് ഈ ഒരു
ഭാഗത്തായിട്ടും ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വൺ ടച്ചായിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് BYDയുടെ ബൂട്ട് ഡോറും ബൂട്ട് സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയ സ്ക്രീൻ തന്നെയാണ്. ഈ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഫിസിക്കൽ ബട്ടൺസ് വളരെയധികം കുറവായിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യണം. അതും വലിയ വലിപ്പമുള്ള ഒരു ചെറിയ TVയുടെ അത്രയൊക്കെ വലിപ്പമുണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക്. സോ അങ്ങനെ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും. ഈ സെൻട്രൽ കൺസോളിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ എലമെന്റ് എന്ന് പറയുന്നതും ആ ഒരു ഓഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് തന്നെയാണ്. നമുക്ക് സെൻട്രൽ കൺസോളിൽ ഒരു ക്രിസ്റ്റൽ എലമെന്റ് ആയിട്ടുള്ള ഒരു ഗിയർ നോബ് വരുന്നുണ്ട്. കൂടാതെ വാഹനത്തിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്കിന്റെ ആ ഒരു ബട്ടൺസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, 2 വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസുകളിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് ഈ ഒരു അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചാർജിംഗ് പോർട്സും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. സീറ്റുകൾ വളരെയധികം കംഫർട്ട് തരുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റുകൾ നമുക്ക് വെന്റിലേറ്റ് ചെയ്യാനും ഹീറ്റ് ചെയ്യാനും സാധിക്കുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സ്പോർട്സ് കാറുകളിൽ കണ്ടിരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു സീറ്റുകളിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, എന്നാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ടിൻറ്റഡ് ഗ്ലാസോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ചൂടിൻ്റെ കാഠിന്യമൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലഭിക്കുന്നില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ 3 സ്പോക്കായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വീലിലും കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസ് വളരെയധികം മിനിമലായിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമാണ്. കൂടുതലും ഈ ഒരു സ്ക്രീനിലാണ് കൂടുതൽ ഫംഗ്ഷൻസ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലെവൽ 2 ADAS പോലുള്ള കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് വളരെയധികം ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിസ്റ്റർ ക്ലിയർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വാഹനത്തിൻ്റെ അടിയിലെ കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 360 ഡിഗ്രി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. EVകളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലോറുകൾ എപ്പോഴും ലെവലായിരിക്കും, അടിയിൽ ബാറ്ററി പാക്ക് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അണ്ടർത്തെ സപ്പോർട്ടും ഈ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വെൽ പൊസിഷനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സീറ്റുകൾ തന്നെയാണ്. പിൻഭാഗത്ത് ആംറസ്റ്റും അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. എന്നാൽ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ കുറച്ചധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. കൂടാതെ നമുക്കിവിടെ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ AC വെൻസും ചാർജിങ് പോർട്സും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും നല്ല ഹെഡ് റൂമും കിട്ടുന്ന രീതിയിലായിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ പിൻഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. BYD-യിൽ 3 വേരിയൻസിലാണ് ലഭിക്കുന്നത്. ഡൈനാമിക്, പ്രീമിയം, പെർഫോമൻസ്. ഇതിന്റെ എക്സ് വില നോക്കുകയാണെങ്കിൽ ഡൈനാമിക്കിന് 41 ലക്ഷം രൂപ എക്സ് ഷോറൂമും 45 ലക്ഷം രൂപ ഓൺ റോഡ് വിലയും കൊച്ചിയിലെ വിലയാണ് പറയുന്നത്. പ്രീമിയം നോക്കുകയാണെങ്കിൽ 45 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. ഓൺ റോഡ് വില ഏകദേശം 52 ലക്ഷം രൂപ വരും, കൊച്ചിയിലെ വിലയാണ്. പെർഫോമൻസിന്റെ എക്സ് ഷോറൂം വില എന്ന് പറയുന്നത് 53 ലാഖാണ്. അത് ഓൺ റോഡ് വരുമ്പോഴത്തേന് ഏകദേശം 59 ലാക്സ് കൊച്ചിയിലെ വില വരും. ഈ ഒരു വാഹനം, ഈ ഒരു BYD സീൽ എന്ന് പറയുന്നത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. അത് യൂറോ എൻക്യാപ്പിലും ഓസ്ട്രേലിയ എൻക്യാപ്പിലും, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ബ്രാൻഡ് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ട് ഓസ്ട്രേലിയൻ എൻക്യാപ്പിൽ 0 സ്റ്റാർ കിട്ടിയൊരു വാഹനം നമുക്കുണ്ടായതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല ഒരു വാഹനത്തിന്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം സേഫ്റ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. 9 എയർ ബാഗ്, ADAS തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഡോറ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഡോറിന്റെ വെയിറ്റും ആ ഒരു തട്ട് സൗണ്ടും നമുക്ക് ഇതിന്റെ ഒരു സേഫ്റ്റി ബാലൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ യൂറോ എൻക്യാപ്പിലും ഓസ്ട്രേലിയൻ എൻക്യാപ്പിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനം എന്തായാലും സേഫ്റ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും കൊണ്ടുവരത്തില്ല എന്നുള്ളത് പ്രൂവ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു അത്രയും ടഫായിട്ടുള്ള ഒരു സേഫ്റ്റി റേറ്റിംഗിൽ 5 സ്റ്റാർ കരസ്ഥമാക്കിയത്. സേഫ്റ്റി ADAS ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ലഭിക്കുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്, ഡോർ ഓപ്പൺ വാർണിംഗ് ഉണ്ട്. കൂടാതെ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗും ലെയിൽ ഡിപ്പാർച്ചർ പ്രിവെൻഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ റിയർ ക്രോസ് ട്രാഫിക് ബ്രേക്കും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് സൈഡിൽ നിന്ന് ഒരു വാഹനം റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാർണിംഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. ആ ഒരു രീതിയിലും ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. റിവേഴ്സിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈഡ് വ്യൂ മിറർ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകും. കൂടാതെ നമ്മൾ വാഹനം
ക്ലോസ് ചെയ്യുമ്പോഴും ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും സീറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകുകയും ചെയ്യും. സോ അങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ല സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു റൈഡ് ആൻഡ് കംഫർട്ട് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ സസ്പെൻഷൻ ആണെങ്കിലും നല്ല ഒരു സോഫ്റ്റ് സൈഡിലാണ് ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വാഹനം CBU ആണ്, അതായത് കംപ്ലീറ്റ്ലി ബിൽറ്റ് ഇൻ യൂണിറ്റ് ആണ്. എന്നിട്ട് പോലും 40 to 55 അല്ലെങ്കിൽ 60 എന്നുള്ള പ്രൈസ് ബ്രാക്കറ്റിൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. ഇതിവിടെ അസംബിൾ ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 30 lakhs താഴെ ഈ ഒരു വാഹനം നമുക്ക് ലഭ്യമായേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു CBU യൂണിറ്റ് ആണ്. 2500 യൂണിറ്റ്സ് ആണ് ഒരു വർഷം ഇന്ത്യയിൽ അവൈലബിൾ ആകുക. അതിൽ 300 യൂണിറ്റ് ഓൾറെഡി 300 യൂണിറ്റ് ആണ് കേരളത്തിലേക്ക് വരിക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഇപ്പൊ തന്നെ 30-35 ബുക്കിംഗ്സ് ആയെന്നാണ് ഡീലർഷിപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരം. സോ ഈ ഒരു വാഹനം എന്തായാലും ഒരു നല്ലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാര്യം ഇതിന്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ഹ്യുണ്ടായുടെ അയോണിക് 5ഉം കിയ EV6 ഒക്കെയാണ് ഇതിന്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഈ ഒരു വാഹനത്തിന്റെ സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നില്ല. പ്രൈസ് ബ്രാക്കറ്റ് നോക്കുമ്പോൾ അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അയോണിക് 5നെക്കാട്ടിലും ഒക്കെ എന്തുകൊണ്ടും മികച്ചൊരു വാഹനം. ബിക്കോസ് ഇതൊരു വളരെയധികം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം, സ്പോർട്സ് ഡിസൈൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം, അത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു വാഹനം. EV സെഗ്മെന്റിൽ ഒരു ലീഡർ തന്നെയാണ് BYD എന്ന് പറയുന്നത്. അവരുടെ ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യുണ്ടായി, കിയ പോലുള്ള വാഹന നിർമ്മാണ കമ്പനികൾ പോലും കണ്ടുപഠിക്കേണ്ട രീതിയിലായിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റം തന്നെയാണ് ഈ ഒരു BYD-യിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആകാൻ ചാൻസ് ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു BYD സീൽ എന്ന് പറയുന്നത്. കൂടെ നമുക്ക് ഹെഡ്-അപ്പ് യൂണിറ്റ് പോലുള്ള ഹെഡ്-അപ്പ് ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഹെഡ്-അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു വിൻഷീൽഡിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഒരു ഫീച്ചറാണ്. കൂടാതെ ആ ഒരു ഹെഡ്-അപ്പ് ഡിസ്പ്ലേയിലും ADASന്റെ ഫംഗ്ഷൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതും ഒരു മികച്ച ഫീച്ചർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഈ ഒരു വാഹനം DC ചാർജിങ് AC ചാർജിങ് സപ്പോർട്ട് ചെയ്യും. DC ചാർജിങ്ങിലേക്ക് വരുമ്പോൾ 0 to 80 എടുക്കാനായിട്ട് 35 മിനിറ്റുകൾ മാത്രമേ ഈ ഒരു വാഹനത്തിന്റെ ഒരു ടൈം എടുക്കുകയുള്ളൂ. AC-യിലേക്ക് വരുമ്പോൾ 7 to 8 hours ആണ് വാഹനത്തിന് ചാർജിങ്ങിന് വേണ്ട സമയം. ഇതിന്റെ കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടുന്ന കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഡൈനാമിക് എന്ന് പറയുന്ന ബേസ് വേരിയന്റ് 510 കിലോമീറ്റർ വരുന്നു. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പ്രീമിയം വേരിയന്റ് 650 കിലോമീറ്റർ ആണ് റേഞ്ച് കാഴ്ചവെക്കുന്നത്. പെർഫോമൻസ് പറഞ്ഞൊരു എഡിഷൻ ഉണ്ട്, അത് 580 കിലോമീറ്റർ ആണ് അതിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പവർ ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഡൈനാമിക്കിൽ 240 HP പവറും 310 Nm ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 0 to 100 എടുക്കുന്ന ടൈം 7.5 seconds ആണ്. പ്രീമിയമിലേക്ക് വരുമ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വേരിയന്റ് 312 HP പവറും 360 Nm ടോർക്കുമാണ്. 5.9 seconds ആണ് 0 to 100. പെർഫോമൻസ് എന്ന് പറഞ്ഞ വേറൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഉള്ള ഒരു വെർഷൻ ഉണ്ട്. അതിൽ 530 HP പവറും 670 Nm ടോർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അത് 3.8 സെക്കൻഡ് മതി 0 to 100 എത്താൻ. ഈ ഒരു വാഹനം ഒരു സ്പോർട്സ് എലമെന്റോട് കൂടി ബിൽഡ് ചെയ്തൊരു വാഹനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് പെർഫോമൻസ് വേരിയന്റ് എടുക്കാൻ പറ്റും. ബിക്കോസ് 3.8 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസെയിൻ. ആൻഡ് ഇതിലെ EV ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ടൈം EV യൂസർക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ ആയിരിക്കും. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഡെലിവറിയാണ് ഈ ഒരു EV വാഹനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്പീഡിന്റെ ആ ഒരു ഇൻസ്റ്റന്റ് ടോർക്കിന്റെ ഡെലിവറി മാനേജ് ചെയ്യാനായിട്ടാണ് തോന്നുന്നു സ്റ്റിയറിംഗ് കുറച്ച് ഹാർഡ് ആക്കിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ട് പറയാം. ഈ ഒരു വാഹനത്തിന്റെ സർവീസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 20,000 കിലോമീറ്ററിലാണ്. സോ ഒരു 5,000 to 8,000 ആണ് ഈ വാഹനത്തിന്റെ എക്സ്പെക്ടഡ് സർവീസ് കോസ്റ്റ് വരുന്നത്. സോ ഒരു 650 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു വാഹനത്തിന് സർവീസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റും ഈ ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വാഹനം ഈ ഒരു EV സെഗ്മെന്റിലെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറും എന്ന് പറയാൻ കാര്യം. BYD അവരുടെ ഇന്ത്യയിലെ ഡ്രീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ഡ്രീമിൽ ഇങ്ങനെ ഒരു വാഹനം ഉണ്ടെങ്കിൽ, ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു ഡ്രീം ബിൽഡ് ചെയ്യുക. ഞാനും എന്റെ ഡ്രീം ബിൽഡ് ചെയ്യട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.